നമസ്കാരം. നമസ്കാരം. നിറച്ച സാധനങ്ങളുണ്ടല്ലോ. അതെപ്പോഴാണ് ഹെൽപ്പ് വേണം. വേണ്ട. അപ്പം ചേച്ചി അമ്മയുടെ മെമ്പറായിട്ട് എത്ര കാലമായി? ഒരുപാട് വർഷങ്ങളായി. കാരണം 10,000 രൂപയ്ക്ക് വന്ന് മെമ്പർഷിപ്പ് എടുത്തതാണ്. വർഷങ്ങളായി. അപ്പം ഇപ്പൊ പഴയ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരെയും കാണാൻ പറ്റി. എല്ലാവരും ഒരുപാട് പേര് പോയി. കുറേ പേര് ഈ വർഷം വന്നില്ല. ഈ വർഷം എന്താ കുറവാണ്. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഓക്കെ. അപ്പം പുതിയ ന്യൂസസ് ഒക്കെ കേൾക്കുമ്പോൾ ചേച്ചി റിയാലിറ്റി ഷോസിൽ പങ്കെടുക്കാൻ പോകണോ? ബിഗ് ബോസ് പോലുള്ള ഷോയിൽ? ഞാൻ പോലും അറിഞ്ഞില്ല ബിഗ് ബോസിൽ പോണ കാര്യം. നാട്ടുകാരാണ് പറയുന്നത്. ഇപ്പം നാട്ടുകാരാണ് ഞാനാണെന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ അച്ഛനമ്മ ഇപ്പം നാട്ടുകാരാണ്, പിന്നെ യൂട്യൂബേഴ്സാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ പോലും അറിയാത്തതാണ്. ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കല്യാണം കഴിക്കാത്തതാണ്. കാരണം അവരാണല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. കാരണം ചെലവിന് തരുന്നുണ്ട് അവർക്ക് ആ വിഷമം കാണും. ഇല്ല, ഞാൻ ബിഗ് ബോസിലൊന്നും പോകത്തില്ല. കാരണം എനിക്ക് എൻ്റെ കരിയറാണ് വലുത്. ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയണം, അവർ തരില്ല എന്ന് എനിക്കറിയാം. 10 കോടി രൂപ അത് എനിക്ക് തരട്ടെ. എനിക്ക് വെളിയിലിറങ്ങിയിട്ട് ജീവിക്കണ്ടേ, നമുക്ക് കരിയർ നോക്കണ്ടേ. അപ്പൊ കരിയർ വിട്ടിട്ടുള്ള ഒരു കളിയും ഞാനില്ല. ഇല്ല, അമ്പിളി ചേട്ടനെയും ഉർവശി ചേച്ചിയൊക്കെ കണ്ടപ്പം എന്താ ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് അമ്പിളി ചേട്ടനെ കണ്ടപ്പം. എപ്പോഴും ഇവിടെ നിറഞ്ഞു നിന്നവർ ഇല്ല, വരട്ടെ. എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത്, ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, അത്ഭുതങ്ങൾ. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ നിൽക്കാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, ഞങ്ങൾ സന്തോഷത്തിലാണ്. നമ്മള് അമ്മ ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി പോലാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളും. അതെ അതെ അതെ, അത് തന്നെയാണ് അമ്മയുടെ ഒരു ജനറൽ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലിയൽ ആയിട്ടുള്ള ഒരു വൈബ്. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഒരു കുടുംബം, ഇപ്പൊ നമ്മളൊക്കെ ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ, അതുപോലെയാണ് ജനറൽ ബോഡി മീറ്റിംഗ്. എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് കാണാനും കൂടാനും ഒക്കെ. ഓക്കെ. അപ്പൊ ഈ തവണ വരാൻ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാരണം എന്താണ്? ലാലേട്ടനാണ് എപ്പോഴും. ലാലേട്ടനെ കാണണം, ലാലേട്ടന്റെ ഒരു സ്പീച്ച് കേൾക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, എല്ലാ കുറെ ഭക്ഷണം ഉണ്ട്, പിന്നെ മീറ്റിംഗ് കാണാം, പിന്നെ അത് കഴിഞ്ഞാൽ കുറെ സ്റ്റോൾസ് ഉണ്ട്, എല്ലായിടത്തും നമുക്ക് ഗിഫ്റ്റ് കിട്ടും. സോ എല്ലാം പലപ്പോഴും ഞാൻ ഈ കുറച്ചായിട്ട് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്, ഇതെന്താ ഇങ്ങനത്തെ ഷെയ്ഡ് ലിപ്സ്റ്റിക്കിന്റെ? ഇതിനു മുമ്പ് ഞാൻ ഗോൾഡ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഇതെന്താ ഇതിന്റെ സീക്രട്ട് എന്താ, അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താ? ഒന്നുമില്ല, പൊതുവെ എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണ്. അപ്പൊ മാറി മാറി ഇടാനും ഇഷ്ടമാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറെ വെറൈറ്റി കളേഴ്സ് വന്ന് പെട്ടിട്ടുണ്ട്. ഞാനത് കോൺഷ്യസ്ലി എടുത്ത ഡിസിഷൻ അല്ല, എന്നാലും അപ്പൊ ഞാൻ അങ്ങനെ ഇടും, ഓരോന്ന് മാറി മാറി. ഗ്ലേസിംഗ് ഒക്കെ ഉള്ള അങ്ങനെ അധികം ആരും ഇട്ട് കണ്ടിട്ടില്ല. ഗ്ലേസിംഗ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഈ തവണ നോക്കിയ ജഗതി ചേട്ടനും ശ്രീനിവാസൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കണ്ടിരുന്നോ? കണ്ടു, എല്ലാരെയും കണ്ടു. ഉർവശി മാം ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി സർ ഉണ്ടായിരുന്നു, ജഗതി സർ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സർ ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെയൊക്കെ കൂടെ, അതായത് നമ്മുടെ കാരണവന്മാരുടെ കൂടെ ഇരുന്ന് മീറ്റിംഗ് കൂടാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. നമ്മൾ ഇതുവരെ എത്തിച്ച അഡോക് കമ്മിറ്റിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ അഡോക് കമ്മിറ്റിയെ പറ്റി 2 വാക്ക് പറയും. അഡോക് കമ്മിറ്റി, എനിക്ക് ഐ എം വെരി ഹാപ്പി ഇൻ ദിസ് ടീം കണ്ടിന്യൂയിങ്. കാരണം അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായി ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നുണ്ട് അമ്മേനെ. എനിക്ക് തോന്നുന്നത് ഇനിയും അമ്മ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ആക്റ്റീവ്, മോർ ആൻഡ് മോർ ടു ദ ഓഡിയൻസ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. വന്നപ്പോ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വന്നോട്ടെ. ഇല്ല, ഇപ്പൊ വിടാം. അവിടെ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കാം. ഓ അതെയോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ. എങ്ങനെയാ പോകുന്നു പ്രൊഡക്ഷൻ കമ്പനി കാര്യങ്ങളൊക്കെ? നന്നായി ഗംഭീരമായിട്ട് പോണു. ഇപ്പൊ തമിഴാണ് ഫസ്റ്റ് പടം, അപ്പൊ അതിന്റെ ബാക്കി പ്രീ പ്രൊഡക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം. എത്രാമത്തെ തവണ അമ്മ മീറ്റിംഗിലേക്ക് വരുന്നത്? ഞാൻ അമ്മയുടെ ഫസ്റ്റ് തുടങ്ങിയപ്പോ തൊട്ടുള്ള മെമ്പറാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ എനിക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ദിസ് ഷുഡ് ബി, ഐ ഡോണ്ട് നോ, മേ ബി ഒരു 31ാമത്തെ അതെ. എല്ലാ തവണയും വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ തവണയും വന്നിട്ടുണ്ട്, പക്ഷെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീണ്ടും വന്ന് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ഓക്കെ. ഓരോ തവണയും വരാനായിട്ട് എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. അല്ല, എക്സൈറ്റ്മെന്റ് ഫാക്ടർ എപ്പോഴും നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്തവരും അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാർ അവരൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അടുത്ത മാസം പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പടം റിലീസ് ആവുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഇപ്പൊ എല്ലാവരും കാണാനും ആ ഒരു സന്തോഷം കൂട്ടായ്മ ഇവിടെ വരുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്.
കണ്ടിരുന്നോ? ഓ കണ്ടു. ഇങ്ങനെ ജഗതി ചേട്ടനെ പെട്ടെന്ന് ഓർക്കുമ്പോ എന്താ മനസ്സിലായി വരാ? ജഗതി ചേട്ടൻ എന്ന് വെച്ചാൽ ലെജൻഡ് അല്ലേ. അവനെ മൂപ്പരെ കാണുമ്പോൾ വെച്ചാൽ നമുക്ക് എന്താ പറയാ, അഭിനയത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് മൂപ്പര്. അത് മാത്രമല്ല നമ്മളൊപ്പം അഭിനയിക്കുമ്പോൾ ആ ഒരു ഹെൽപ്പും കാര്യവും എല്ലാം എല്ലാ രീതിയിലും മീൻ സാമ്രാട്ടല്ലേ, എന്താ പറയാനുള്ളത്. വളരെ സന്തോഷം ചേച്ചി, താങ്ക് യു സോ മച്ച്. എവിടെയാ വരുന്നത്? അത് റെഗുലർ വരുന്നതാണ് ചേച്ചി. അത് ഞങ്ങളിത് റെഗുലർ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ തവണ വരാനുണ്ടായ എക്സാക്ട് ഫാക്ടർ എന്താണ്? അമ്മയുടെ മീറ്റിംഗ് ഒറ്റ ലെവൽ മതി. ഒറ്റ ലെവൽ മതി. ഇത് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന നിലയിലൊരു ഞങ്ങള് അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഒരു വീട്ടിൽ വരുന്ന പോലാണ്. ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഇപ്പം മിണ്ടാൻ പറ്റിയില്ലായിരിക്കും, പക്ഷെ എങ്കിൽ പോലും ഓരോരുത്തരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അവരുടെ ഒരു ചിരി കാണുമ്പോൾ അത് മതി. ആ ഒരു ഫാക്ടർ മതി നമുക്ക് ഇവിടെ വരാൻ വേണ്ടി. ഒരു സാഹചര്യം ഞങ്ങൾക്ക് തനിച്ച് പോയി ഞങ്ങൾക്ക് ആരെയും കാണാൻ പറ്റത്തില്ല. അപ്പോഴ് ഇവിടെ വരുമ്പം എല്ലാരെയും കാണാൻ പറ്റുന്നു. എല്ലാവരുടെ മുഖത്തും നമ്മളെ പരിചയം, നമ്മളെ അറിയാമെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്നു. ഒരു ദിവസം പോണത് അറിയുന്നില്ല. അതെ. അപ്പം ഇതിപ്പം ജഗതി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ കൂടെ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്താണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ജഗതി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അഭിനയത്തിന്റെ ഇങ്ങനെ ഞാൻ എന്താ പറയാ, പുള്ളിയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ജഗതി ചേട്ടൻ, ശ്രീനിവാസ് ചേട്ടൻ, മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ, സുരേഷ് ചേട്ടൻ, ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യത്തിൽ ഒന്നാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചെയ്യാൻ പറ്റില്ല. എത്രാമത്തെ തവണയാണ് ശരിക്കും വരുന്നത്? ഇത് 31ാമത്തെ വർഷമാണ്. ചേച്ചി എത്രാമത്തെ വർഷമാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാനൊരു 4 ജനറൽ ബോഡിയെ മിസ് ചെയ്തിട്ടുള്ളൂ. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സാംസ്, കാരണം ഞങ്ങൾക്ക് UPSCയുടെ എക്സാംസ് വരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മിസ്സായതേ ഉള്ളൂ. അല്ലാതെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ വരാറുണ്ട്. തനിച്ചുള്ളോ ചേട്ടൻ ഇവിടെ? ഇല്ല, ചേട്ടനില്ലല്ലോ, ഞാൻ മാത്രമേ മെമ്പറുള്ളൂ. ഓക്കെ, അപ്പം ഈ തവണ ജഗതി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നോ? അവരെയൊക്കെ കണ്ടപ്പോൾ എന്താണ്? ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു ഇത്തവണ ഒരുപാട് പേര്, ഇതുവരെ വരാത്ത ഒരുപാട് സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു സന്തോഷമാണ്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ദിവസം നമ്മൾ വളരെ ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം സിനിമയിലാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ സിനിമയിൽ ഇല്ലാതെ പോലും നമുക്ക് ഒരുപാട് പേരെ ഒന്നിച്ച് കാണാൻ പറ്റും. അത് നമ്മളായിട്ട് മേക്കപ്പോ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ മറയൊന്നുമില്ലാതെ നമ്മളായിട്ട് കാണാൻ പറ്റുക, ഇടപഴകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സന്തോഷം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.